അവിടെ നിൽക്കുന്നു ഇവിടെ നിൽക്കുന്നു പറയുന്നു. എന്താ ചെയ്യണ്ടേന്ന് അറിഞ്ഞൂടാ. അതെന്നെ രാത്രി ഇപ്പൊ മൂത്രമൊഴിക്കാനും പോലും പുറത്തിറക്കാൻ പറ്റുന്നില്ലെന്നേ. എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. നമ്മുടെ നാടിന് എന്താ പറ്റിയെന്ന് അറിയില്ല. ആ മരിച്ചോയും മുത്തുവിന് പ്രേതം നാട്ടിലൊക്കെ കിടന്ന് അലയുന്നുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിച്ചോ. നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? അപ്പുറത്തെ ഗ്രാമത്തില് രാത്രിയായ പേയ് പിശാചെന്ന് പറഞ്ഞ് ഭയന്നിരിക്കുകയാണ് എല്ലാവരും. ഈ കാലഘട്ടത്തിൽ പ്രേതെന്ന് പറഞ്ഞ് ഭയന്നിരിക്കുന്ന എന്തിനാന്ന്? എന്താടാ നിങ്ങൾക്കെല്ലാവർക്കും ഭ്രാന്ത് പിടിച്ചോ? നാട്ടിൽ ഭൂതം പ്രേതം ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാരും പേടിപ്പിക്കുക. 2 ദിവസം ഒരാൾ നാട്ടിലെന്നും പറഞ്ഞുകൊണ്ട് വായി തോന്നൊക്കെ വിളിച്ചു പറയുന്നത് ശരിയാണോ? നമ്മുടെയൊക്കെ മുത്തശ്ശനും മുതുമുത്തശ്ശന്മാരും ഒക്കെ വർഷങ്ങളോളം താമസിച്ച ഭൂമിയാണിത്. ഇത്രയും കാലം ഇല്ലാത്ത ഭൂതവും പ്രേതവും ഒക്കെ എങ്ങനെയാണ് ഇപ്പൊ വന്നത്? അനിയ, നമ്മുടെ നാട്ടിൽ അങ്ങനെ നടക്കില്ലെന്ന് സത്യം തന്നെയാണ്. എന്നാൽ ആ മുത്തു മരിച്ചതിന് ശേഷം ഈ നാട്ടിൽ നടക്കാൻ പാടില്ലതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. വയസ്സ് കുറെ ആയില്ലേ, വിവരമില്ലാതെ സംസാരിക്കാതെ. എന്താ അനിയൻ ഇങ്ങനെ പെട്ടെന്ന് സംസാരിക്കുന്നത്? അതുകൊണ്ട് അനിയ, ഞാൻ രാത്രി ഒന്നിന് പോകുന്ന സമയത്ത് ഞാൻ കണ്ടു. നോക്ക്, ഇനി ഇവിടെ അത് വന്നു ഇത് വന്നു എന്ന് പറഞ്ഞ് പല പറഞ്ഞു നടന്നാലുണ്ടല്ലോ എല്ലാവരും നല്ല പണി തരും. പ്രേതം ഇറങ്ങിയെന്ന് പോയി അവനൊരു പണി നോക്ക്. സ്വന്തം കാര്യം നോക്കാതെ ഓരോന്നും പറഞ്ഞോണ്ടിറങ്ങിക്കാ. ഓടോ, തനിക്ക് ഇത്രയും പ്രായമായില്ലിടും എന്നിട്ട് ഇങ്ങനെയൊക്കെ വിശ്വസിക്കാവൂ? അനിയ പറയുന്ന കേക്ക്. അനിയ, ഓ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലല്ലോ. വാതിൽ മുട്ടുന്നുണ്ടെങ്കിൽ പോയി തുറന്നു നോക്കിയാ പോരെ. എടി, ഞാൻ പോയി നോക്കാനായിട്ട് നിന്നെ എന്തിനാണ് വിളിക്കുന്നത്? വലിയ മീശയും കൊണ്ട് നടക്കുന്നില്ലേ, പോയി നോക്കിക്കൂടെ നിങ്ങൾക്ക്? മീശ ഞാനല്ലോ വെച്ചിരിക്കുന്നത്, താക്കോല് നിന്റെ. ഓ, നിങ്ങളെ കൊണ്ട് വല്ലാത്ത ശല്യായി. മാറി എഴുന്നേറ്റ് അവിടെ. കുറവേ ഇല്ല. അപ്പാസ്വാമി, എത്ര നേരം കൊണ്ടാ ഞാൻ വിളിക്കുന്നത്? മര്യാദ കഥ തുറക്കടോ. എടി മുത്ത് വന്നേക്കടി. എടാ മുത്ത്, നീ എന്താണ് വിചാരിക്കുന്നത്? രാസ്കോയ്, നിനക്ക് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കാം. അത് രാത്രി വന്നെ തട്ടിമുട്ടുന്നത്. ബുദ്ധിയില്ലാത്ത എന്റെ അച്ഛാ, നിങ്ങളുടെ മോനാ വന്നേക്കുന്നത് കഥ തുറക്കാൻ. കേട്ടില്ലേടി, പ്രേതം നമ്മുടെ മകനെ പോലെ സംസാരിക്കണത്. നീ ഇപ്പൊ എന്നെ മോനെ പോലെ സംസാരിച്ച വാതിൽ തുറക്കുന്ന വിചാരിച്ചാ? ഞാൻ എന്താ പമ്പര വിട്ടിയാ? അറിയാൻ വേണ്ടിട്ട് ചോദിക്കാ. ശബ്ദം മാറ്റി സംസാരിക്കുന്നോ? അതാ നിങ്ങളൊരു പമ്പര വിട്ടിയാ? എടാ മുത്തു, അങ്ങേർക്ക് പേടിയുണ്ടെന്ന് മനസ്സിലായില്ലേ നിനക്ക്? നീ അയൽവക്കത്തെങ്ങാൻ പോകാൻ നോക്ക. എന്താ അടുത്തതിലും വീട്ടിൽ പോകാനോ? ഞാനെന്താ ഇവിടുത്തെ പിച്ചക്കാരനോ? അമ്മേ, മര്യാദക്ക് കഥ തുറക്കുന്നില്ല, ഞാൻ ചവിട്ടി പൊളിച്ച് അകത്ത് പറഞ്ഞോ? അയ്യോ, നീ നിൽക്കുന്ന പ്രാന്ത് പിടിച്ചോരെ ഭാര്യ. 2 വാക്ക് പറഞ്ഞ് പറഞ്ഞയക്കുമെന്ന് വിചാരിച്ചാല് അകത്തേക്ക് കയറ്റി വിടുന്നു. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഓടിച്ചു വിടാനോ? ഹലോ, മുരുകനാണോ? ചത്തുപോയ മുത്തു എന്റെ വീടിന് മുമ്പിലുണ്ട്. അരികിലെ അങ്ങോട്ട് വിടുവാ. അയ്യോ, മര്യാദ കഥ തുറക്ക്, എന്നെ കൊണ്ട് പറ്റുന്നില്ല. അവിടെ വീടിന്റെ കഥക്കിൽ തട്ടി ഇത്രയും പേര് വെളി വന്നിരിക്കുന്നു. നിങ്ങളൊക്കെ ആരാ? എന്താടാ എന്റെ മോൻ നാട്ടിലില്ലാത്ത സമയം പേടിപ്പിക്കാന്ന് വിചാരിച്ചോ? ഇന്നത്തോടെ ഇത് നമ്മുടെ മോനെ പോലെ ഉണ്ടല്ലോ. ശരിയടി, കരയുന്ന ശബ്ദം കേട്ടത് നമ്മുടെ മോന്റെ ശബ്ദം പോലെ. നിങ്ങൾ പറയുന്നത് സത്യമാണോ? അതെ മോനെ. എന്നാ പിന്നെ എനിക്ക് അയ്യോ, എന്റെ മോനെ ഞാൻ അടിക്കാൻ പറഞ്ഞല്ലോ. എന്റെ മോനെ കാരണമല്ല, സ്വന്തം മോനെ പ്രയത്നം കാണാൻ തിരിച്ചറിയില്ല എനിക്ക്. നീ എല്ലാവരും അപ്പനാണോ? നിന്നെ ഉണ്ടല്ലോ. എടാ വാതിൽ തട്ടേ കഴുതേ, ഞാനാണ് നിങ്ങളുടെ മോനാണ് വന്നിരിക്കുന്നത് പറയാൻ പാടില്ലായിരുന്ന? ഞാനൊരു സർപ്രൈസ് തരാന്ന് വിചാരിച്ചാ. എടാ, അല്ലെങ്കിലേ നാട്ടില് പ്രശ്ന പോരാത്തൊരു സർപ്രൈസ് എന്ന് പറഞ്ഞോണ്ട് അകത്തേക്ക് വാടാ. അകത്തേക്ക് വിളിച്ചിട്ട് വരാൻ പറ്റത്തില്ല, പോകോ. എടാ വാടാത്തേക്ക്. വരത്തില്ല, പൊക്കോ. വരലീ പൊക്കോടാ. ഞാൻ വരുന്ന വഴി കുപ്പി മേടിച്ചോണ്ട് വേണ്ടല്ലോ അല്ലേ? എടാ അകത്തേക്ക് വാടാ. വാടാ 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 വാടാ. പാതിരാത്രിക്ക് നാട്ടുകാരുടെ ഉറക്കമെല്ലാം കളഞ്ഞിട്ട് ഈ കുടുംബത്തിലെ എല്ലാവർക്കും വട്ടാ. ഓടോ, വാടാ. ഞാൻ അകത്തോട്ട് വന്ന് കാണിച്ചു. കുപ്പി എടുത്തോടാ. ഫോറിന് മേടിച്ചോണ്ട് കുപ്പിയാ, നോക്കി കുടിക്കണം കേട്ടാ. ഭൂതമേ, ഒരു നിമിഷം നിൽക്കേ. ഒരുപാട് വേദനിച്ചല്ലേ? വന്നുടനെ ഈ നാട്ടുകാരനെ ഒരുപാട് അടിച്ച് എല്ലാവർക്കും വട്ടാ ഇവിടെ. അതേടാ, നാട്ടുകാരൊന്നും എന്നെ അത്ര അടിച്ചില്ലടാ. എല്ലാ ദേഷ്യവും മനസ്സിൽ വെച്ച് കരുതിക്കൊണ്ട് നിങ്ങളല്ലടാ എന്നെ അടിച്ചത്. അല്ല അളിയാ, നീ ഒരു പ്രേതമാന്ന് കരുതി അങ്ങനെ അടിച്ചത്. അതിനിങ്ങനെ സങ്കടപ്പെടല്ലേടാ. ഏത് ലോകത്താ പ്രേതത്തെ കെട്ടിവെച്ച് അടിച്ചിട്ടുള്ളേ? നാട്ടിൽ വരാത്തതിന്റെ ദേഷ്യം മൊത്തത്തിൽ നിങ്ങളെല്ലാം കൂടെ തീർത്തല്ലേ? അളിയാ, എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? പാതിരാത്രിക്ക് നീ ആ പ്രേതം ഒരേപോലെ. അല്ലളിയാ, ഇരുട്ടത്ത് ഞാൻ മോന്ത ശരിക്കും കണ്ടില്ല. ഒരു ചെറിയ ടെക്നിക്കൽ മിസ്റ്റേക്ക്. അത് വലിയ കാര്യമായിട്ട് എടുത്ത എങ്ങനെയാ? അത് വിടളിയാ. വിടാൻ പറ്റത്തില്ലടാ, അവനെ വിടാനേ പറ്റത്തില്ല. ഞാൻ നാട്ടിൽ നിൽക്കുമ്പോ എന്നെ ഗൾഫിലോട്ട് ഓടിച്ചു വിട്ടില്ലേ?
അങ്ങനെ മരിച്ചെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനിയിപ്പോ ഞാൻ പിന്നെ തിരിച്ചു പോകണമെന്ന് തോന്നുന്നു. അവൻ ഏത് പ്രേതമാണെങ്കിലും വിശേഷമാണെങ്കിലും ഞാൻ അവരെ കൊല്ലാതെ വിടില്ലടാ. എടാ അളിയ, നിനക്ക് ആ പ്രേതത്തെ പറ്റി അറിയില്ല. നീ കുറെ നാളായിട്ട് ഈ നാട്ടിലില്ലല്ലോ. ആ പ്രേതം പെട്ടെന്ന് റോട്ടിലൂടെ ഓടും, ഓരോ വീട്ടിൽ പോയിട്ട് വാതിലിന് തട്ടും. നാട്ടുകാർ മുഴുവൻ ഇത് കാരണം പേടിച്ച് നടക്കുക. ഇപ്പോ പ്രേതം എന്ന് വെച്ചാൽ ചില്ലറ പ്രേതമൊന്നും അല്ല. പ്രേതത്തെ കുറിച്ച് എന്നോടല്ല പറഞ്ഞേ. അവൻ പ്രേതമാണെങ്കിൽ ഞാൻ ഭൂതോ? ആരോടാ? ആ പ്രേതമാണ് ഈ ഭൂതവാണ്ടിയാണോ നോക്കടാ. ആ പ്രേതത്തെ കാണാൻ ആരൊക്കെ വരുന്നുണ്ടാ? സത്യം ചെയ്യടാ. അളിയ അളിയ, മൈനക്ക് തീരെ സുഖമില്ലത്രേ. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാടാ. മൈനക്ക് ടോണിക്ക് ജീവനുണ്ടെങ്കിൽ രാവിലെ കാണാവടാ. നീ മാത്രമേ ഉള്ളൂടാ എന്റെ കൂട്ടത്തിൽ വരാനായിട്ട്. അളിയാ, നീ എന്നെയാണോടാ സംശയിക്കുന്നേ? നീ ആ കൈ അങ്ങ് നീട്ടിക്കേ. നിന്റെ മേളിൽ സത്യമായിട്ട് ഒരു നിമിഷം അളിയാ. ആരെ ഈ സമയത്ത് കൊടി കൊടി പറ മോളെ. ഒരു നിമിഷം നിൽക്കുമോളെ. കൊടി ലൈനിലുണ്ട്. മുഖ്യമായ ഒരു കോളാ. നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നീ നേരെ നടന്നു പോയാൽ മതി. ഞാൻ നിന്റെ പുറകെ തന്നെ വരാം. പറ മോളെ. ഒരു നിമിഷം. നീ നേരെ പോകുന്ന പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാതെ ഇങ്ങോട്ട് പോകുന്നു. നീ അത് നേരെ ഒന്ന് നടന്നു പോടാ. നീ പറ മോളെ. അങ്ങനെയല്ല, ടവർ ഇല്ലാത്തത് പേടിച്ചു തൂറിയില്ലേ? എല്ലാരും പേടിച്ചല്ലടാ. ഈ സിംഗിൾ ആയിട്ടാണ് ആ പ്രേതത്തെ പിടിക്കുന്ന വെച്ചാൽ ആരെ കൊണ്ട് മാറ്റാൻ പറ്റും? പിടിച്ചു തരാടാ ഞാൻ. മുത്തേ, ഈ നാട്ടിൽ നീ ഇരിക്കണം അല്ലെങ്കിൽ ഞാൻ ഉണ്ടാവണം. രണ്ടിലേതെങ്കിലും നോക്കടാ. വീട്ടിലോട്ട് ആളുകൾ സംസാരിച്ചോണ്ട് പോയതാ. വീണ്ടും ഫോറിലോട്ട് തന്നെ പോയി. ചിരിയൊന്നും നിർത്താമോ? കൊടി വെറുതെ ഒരു തമാശയൊക്കെ ചെയ്തതാടി. പാവം ആ ചേട്ടൻ 4 വർഷം കഴിഞ്ഞ് അച്ഛനമ്മയെ കാണാൻ വന്ന ആളാ. അയാളെ നാട്ടിൽ നിന്ന് തന്നെ ഓടിച്ചില്ലേ? അതെ, പ്രേതം എന്ന് പറഞ്ഞാൽ നിനക്ക് പേടിയില്ലേ? പേടിയാ എനിക്ക്? ആദ്യത്തെ തവണ കാണുമ്പോ ഭയങ്കര പേടിയായിരുന്നു. അതിനുശേഷം കണ്ട് അതിനൂടെ നടന്ന് അങ്ങനെ പേടിയെല്ലാം പോയി. അതിനുശേഷം അതിനെ കാണുമ്പോഴൊക്കെ എനിക്ക് ഇഷ്ടം തോന്നുവാണിപ്പോ. പ്രേതത്തിനെ കണ്ടെന്നല്ലേ പറഞ്ഞേ? ഇപ്പൊ കാണാൻ പറ്റുമോ? ഇപ്പോ കാണാൻ പറ്റുമല്ലോ. എങ്ങനെ? കണ്ണടക്കേ. ഒന്ന് കണ്ണടക്കേ. ഹേയ്, അല്ലടി, നിന്റെ അടുത്ത് കണ്ണടക്കാനല്ലേ പറഞ്ഞേ? എന്തിനാ വായടക്കുന്നേ? നീ എന്തിനാ കണ്ണടയ്ക്കാൻ പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ നല്ല തമ്പിയില്ലേ, പെർമിഷൻ ഇല്ലാത്ത കൊച്ചു കുട്ടികൾക്ക് പോലും ഉമ്മ തരത്തില്ല. മനസ്സിലായല്ലോ? ഇപ്പൊ കാണും നമുക്ക്. ഇവിടെ നോക്ക്, എന്റെ കണ്ണടയിലേക്ക് നോക്ക്. അയ്യോ, ലക്ഷ്യമായിട്ട് മാറുവാണല്ലോ. ഞാനാണോ പ്രേതം? പറയടാ, ദേവത അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഞാനല്ലേ പ്രേതം? ഞാനാണോ പ്രേതം? മിണ്ടണ്ട എന്നോട്. ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞേ. എന്നോട് മിണ്ടണ്ടെന്നാ പറഞ്ഞേ. ശരി, വാ സംസാരിക്കണ്ട, കെട്ടിപ്പിടിക്കാം. ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നല്ലോ, അവളിത് എവിടെ പോയി? സ്വാതി, സ്വാതി, സ്വാതി. അതെ, എഴുന്നേക്ക്. ഒന്ന് എഴുന്നേക്ക്. നമ്മുടെ സ്വാതിയെ കാണുന്നില്ല. സ്വാതി, മോളെ സ്വാതി, നീ ഇതെവിടെയാ പോയേ? ആരാ ഈ സമയത്ത്? സ്വാതി, ഈ കൊച്ചത് എവിടെ പോയോ ആവോ? ഈ സമയത്ത് ഇങ്ങോട്ടൊക്കെ സ്വാതി പറഞ്ഞ പെൺകുട്ടിയെ കാണുന്നില്ല. ഈ 2 ദിവസം മുന്നേ നാട്ടിൽ നിന്ന് ആ കൊച്ചാണോ?
ഈ ഒരു അവസ്ഥയിൽ കൊച്ചിനൊന്നും ശ്രദ്ധിക്കേണ്ടതല്ലായിരുന്നോ? ഞാൻ കൂടെ തന്നെ കിടക്കുകയായിരുന്നു. തൊട്ടടുത്ത് കടന്ന കുട്ടിയെ കാണുന്നില്ല എന്ന് പറയുന്നു. എന്ത് ചെയ്യാൻ? സ്വാതി, സ്വാതി, ഈ സ്വാതി. പെൺകുട്ടി എവിടെ പോയതാണോ? മോളെ സ്വാതി, ഈ നേരത്ത് നമ്മൾ എവിടെ പോയി അന്വേഷിക്കാനാ? സ്വാതി, മോളെ സ്വാതി, നീ ഇത് എവിടെ പോയിരിക്കുന്നേ? ഈ നേരത്ത് ഇത് എവിടെ പോയി അന്വേഷിക്കാനാ? ചേട്ടാ, ഇത്ര ധൃതി വെച്ചെവിടെ പോകുന്നേ? എന്തിനാണ് അതൊക്കെ ചോദിക്കുന്നത്? ആ പൂജാരിയുടെ വീട്ടിൽ വന്ന പെണ്ണിനെ കാണാനില്ലെന്ന് പറഞ്ഞ് നാട്ടുകാരെല്ലാം തേക്ക് വടക്ക് തപ്പി നടക്കുവാടാ. കാണുന്നില്ലെന്നോ? നമ്മുടെ നാട്ടിന് എന്താടാ പറ്റിയേ? രാത്രിയായി കഴിഞ്ഞാൽ ഇപ്പൊ ഉറങ്ങുന്നതിനേക്കാളും കൂടുതൽ തപ്പി നടക്കുന്നത് ഞങ്ങളുടെ ജോലി. ശരി, നീ പൊക്കോ, വാടാ പോം. ആ മുത്തു ചത്തപ്പ തൊട്ട് ഓരോ ദിവസം നമുക്ക് ശിവരാത്രി ആയിപ്പോടാ. എന്ത് ചെയ്യാൻ നമ്മുടെ തലവിധി അല്ല എന്ന് പറയാം. എടോ ആ ഏയ്, നിങ്ങൾ അങ്ങോട്ടേ നോക്ക്. ആ, ഞാൻ അങ്ങോട്ട് അവിടെ നോക്കാം. നോക്കിയാ മതി. നേരെ നോക്കിക്കോട്ടെ. ഇവിടെ അങ്ങോട്ട് പോയി, ഞാൻ അവിടെ പോയി നോക്കാം. എല്ലാവരും ഇതിന്റെ വാ, വാടാ അങ്ങോട്ട്, എല്ലാവരും വാ. അല്ലേ? ഈ കൊച്ചു ഈ സമയത്ത് നോട്ട് പോയതാണ്. ദാ ഇവര് വരുന്നുണ്ടല്ലോ. എടാ മോനെ, അവൾ എവിടെയാ പോയെന്ന് യാതൊരു പിടിയില്ല. എടോ പൂജാരി, ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞൂടെ? എന്തിനാ പുറത്തുള്ള കൊച്ചിനെ വിളിച്ചോണ്ടൊന്ന് ഇവിടെ താമസിപ്പിച്ചേ? ഇപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്തിനാ? ഒന്ന് മിണ്ടാതിരിക്കാൻ പറ്റുമോ? വാടാ.